here inside my house. This is my house, Sahadeva Mandiram, Olayatimmalam, BO Mavelikara, Bharnika village. I am with my mother actually, not with anyone else. Okay, here my mother is here, okay, not any other person. And then now the time is 9:30, almost 9:35. Okay, I'm Deepa Panikar here inside my house with my mother, and now today is 27th December, and I'm with my mother, and the time is 9:35. Okay, and what I'm saying is like you all came to know about how these criminals are doing dramas, actually impersonation, this and that. Okay, this is how these criminals will be doing impersonation. നിങ്ങളെല്ലാം കേട്ട് ഞാൻ ആ സിന്ധു എന്നാണ് ആ ചേച്ചിയുടെ പേര്. ഈ എന്താണ് ഇവർ രാജമ്മ എന്ന് പറയുന്ന സ്ത്രീ എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ഇരട്ടയിൽ ഒരാളാണ്. മഹാകള്ളിയാണ്, നമ്പർ 1 കള്ളിയാണ്. ഇവളുടെ എന്താ 10ാമത്തെ മാസം കല്യാണം കഴിച്ച് 10ാമത്തെ മാസം അവരുടെ ഭർത്താവിനെ വകവരുത്തി. ഒരു പ്രഗ്നൻ്റ് ആയിരുന്നു ഈ പെൺപിള്ള. ഭർത്താവ് മരിക്കുമ്പോൾ ആ പുഷ്പഗി എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ പോയി ഇവർ അഡ്മിറ്റായി ഇരിപ്പായിരുന്നു ജോലി. എന്നിട്ട് ആ കൊച്ചിനെ എല്ലാം കൊന്ന് റെഡിയാക്കി കൊണ്ടുപോകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി ഇരുന്നത് ഇവരുടെ ആ ക്രിമിനൽ മൈൻഡിൻ്റെ ഇതായിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലാകുമ്പം ഇവർ ഇങ്ങനെ ഏതാണ്ടല്ല ഇവരുടെ കയ്യിൽ സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാവരെയും ഇങ്ങനെ വകവരുത്താനുള്ളത്. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുമ്പോൾ ആരും സംശയിക്കത്തില്ലല്ലോ. പതിയെ റെഡിയാക്കി എന്നിട്ട് ഇങ്ങനെയാണ് ഇവർ ചെയ്തത്. മനസ്സിലായോ? അപ്പം എല്ലാം റെഡിയാക്കി പോന്നു. പിന്നെ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ പൊടിയെന്ന് പറയുന്ന അങ്ങേരുടെ കൂടെ ആയിരുന്നു ഈ നല്ലൂക്കാലയിൽ. ഇവർ എനിക്കെതിരെ ഭയങ്കര ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ പൊടിയെന്ന് പറയുന്ന തങ്കപ്പൻ അല്ലെങ്കിൽ മരിച്ചുപോയി അയാളുടെ പെങ്ങളുടെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ മുൻ ഭർത്താവായിരുന്ന ബിജുപി എന്ന് പറയുന്നവൻ്റെ വീടിൻ്റെ തൊട്ടയൽവക്കമാണ്. ഈ ബിജുപിയുടെ തന്തയുമായിട്ടൊക്കെ നല്ല എന്ന് വെച്ചാൽ വല്യച്ഛനുമായിട്ടൊക്കെ നല്ല ഒരു ബിജുപി എന്ന് പറയുന്നവൻ്റെ അച്ഛൻ്റെ ചേട്ടൻ, അതാണ് വല്യച്ഛൻ എന്ന് പറയുന്ന ആൾ. അയാളുമായിട്ട് നല്ല ആനന്ദൻ എന്നാണ് അയാളുടെ പേര്. അയാളുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് അവർക്ക്. അപ്പം ഇത് അപ്പുറവും ഇപ്പുറമാണ് വീട്. അപ്പം ഇവന്മാർക്ക് അപ്പം ഇങ്ങനെ ഇവനെ കൊണ്ട് ഇവൻ വക്കീലായിട്ട് കായംകുളം കോടതിയിലെത്തി. അപ്പം ഇവനെ കൊണ്ട് നമ്മളെ ട്രാപ്പ് ചെയ്യിക്കണം. എന്നിട്ട് നമ്മളെ പകുതി സ്ലോ ആക്ടിങ് പോയിസണൊക്കെ തന്ന് റെഡിയാക്കണം. എന്നിട്ട് ഈ പ്രീതായസ് പണിക്കർ എന്ന് പറയുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിയെ കല്യാണം കഴിപ്പിക്കാം എന്നുള്ളതായിരുന്നു ഇവർ ഉദ്ദേശം മുഴുവൻ. അന്നേരം ഇതിനു മുമ്പ് ഒരു സംഭവം നടന്നു. ഇവർ ഇങ്ങനെ ഇതുപോലെ തന്നെ ഒരു രാജേഷ് എന്ന് പറഞ്ഞ ലീലയുടെ മകൻ ഇവിടെ വന്നിരിക്കില്ല. ഞാൻ LLBക്ക് പഠിക്കുമ്പോൾ അന്ന് ഞാൻ 3rd ഇയറോ അങ്ങനെ ഏതാണ്ട് ഒരു ഇതാണ്. അപ്പോൾ ഇവൻ ഇവിടെ വന്നിട്ട് രാജേഷ് എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് അവന് ജോലിയില്ല. അപ്പം ജോലിക്ക് കാശ് കൊടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത്. അപ്പം ഒരുത്തൻ ഇവിടെ വന്നു. ഇതെല്ലാം ഇവരുടെ സെറ്റിങ്സ് ആയിരിക്കും, നമുക്കൊന്നും അറിയത്തില്ല. അവൻ ഷാജി എന്നാണ് അവൻ്റെ പേര്. എൻ്റെ എന്തോ ഒരു മുന്നിൽ കണ്ടല്ലൂർ ഷാജി എന്നാണ്, എന്തോ ഒരു ഷാജിയാണ് ഇവൻ. എന്തായാലും ഇവന് കുറച്ച് ഒരു ഫ്രോഡാണ്. അപ്പം ഈ വിശ്വനാഥൻ എന്ന് പറയുന്ന വക്കീലിൻ്റെ വിശ്വനാഥ് സാർ, വിശ്വനാഥൻ കായംകുളത്തെ, നിങ്ങൾക്കെല്ലാം അന്വേഷിക്കാം. അവിടെ കേസ് നടത്താനാണ് ഇവൻ വന്നത്, ഈ ഷാജി എന്ന് പറയുന്നവൻ. അപ്പോൾ ഇവൻ ഇവിടെ എന്നിട്ട് ഇവന് SNDPയുമായിട്ട് വലിയ ബന്ധമാണെന്നൊക്കെ ഇവിടെ പറഞ്ഞു വന്ന് അപ്പം ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവൻ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവനിവിടെ വന്നിട്ട് 4 ലക്ഷം രൂപയോ എത്രയോ ലക്ഷം. അപ്പം എൻ്റെ അമ്മയുടെ ആ പൈസയുണ്ട് അന്ന് 2000, ഞാൻ അറിയാമല്ലോ ആ സമയത്താണ്. അത് കൊടുക്കാമെങ്കിൽ ഇവൻ ജോലി വാങ്ങിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഓക്കെ ജോലി വാങ്ങിച്ച് തരും, ശരി ഈ പൈസ വാങ്ങിച്ചു എന്നുള്ളതിന് നിങ്ങൾക്ക് രേഖ തരാൻ പറ്റുമോ? അപ്പോൾ അവൻ പറഞ്ഞു തരത്തില്ല, അവന് രേഖയില്ല. അപ്പം ഇങ്ങനെ തന്നെ അങ്ങ് പറയുകയാണ്, ഇവന് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇത് പറ്റിയൊരു കേസാണ്. രേഖയില്ലാതെ നമ്മൾ പൈസ 4 ലക്ഷം രൂപ, അത് 2000 മുന്നേ ആണെന്ന് നിങ്ങൾ ഓർക്കണം, കൊടുക്കണം. അന്നേരം ഇവൻ ജോലി വാങ്ങിച്ചു തരും. അത് കഴിയുമ്പം പിന്നെന്താണ് എന്നാണ് നമ്മൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ. നമ്മുടെ പൈസ വാങ്ങിച്ചു എന്നുള്ളതിന് തെളിവില്ലാതെ നമ്മൾ ആരെങ്കിലും പൈസ കൊടുക്കും. അപ്പോൾ ഞാനൊന്ന് LLBക്ക് പഠിക്കുക. ഞാൻ പറഞ്ഞു നിങ്ങൾ ചെക്ക് എഴുതി തരിക, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രോമിസറി നോട്ട് ചെക്കോ അതൊക്കെ എഴുതി തരിക, അന്നേരം ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ പൈസ തരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ റെഡിയല്ല, അതുകൊണ്ട് അത് നടന്നില്ല. അപ്പോൾ ഇവന്മാർ വിചാരിച്ചു ഞാനങ്ങ് സമ്മതിക്കുമോ പൈസ കൊടുക്കുന്നിട്ട് എൻ്റെ തലയിലിരിക്കാൻ, പൈസ ഞാൻ പറഞ്ഞിട്ട് കൊടുത്തു അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് പൈസയൊക്കെ മോഷണം നടത്താൻ വേണ്ടിയിട്ടായിരുന്നു ഇവന്മാരുടെ പരിപാടിയല്ല. ഞാൻ സമ്മതിച്ചില്ല, അതുകൊണ്ട് അത് നടന്നില്ല. അപ്പോൾ ഇങ്ങനെ കുറേ SNDPക്കാർ ഇങ്ങനെ കള്ളത്തരമായിട്ട് നടപ്പുണ്ട്. ഭയങ്കര കള്ളരാണ് ഇവർ. അപ്പം ഇവർക്കൊക്കെ ഇപ്പം ഭയങ്കര SNDPയുമായിട്ട് ഭയങ്കര ഈഴവയാണ് ഞങ്ങൾ. അപ്പോൾ ഈ ഭയങ്കര ബന്ധമാണ്, ഭയങ്കര കള്ള ജാതികളാണ്. അപ്പോൾ ഇവളുമാർ
ഇപ്പം ഇവനുമല്ല ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നവനൊക്കെ ഈ ജനാർദ്ദൻ എന്ന് പറയുന്നവൻ്റെ ആരെയൊക്കെയോ കല്യാണം കഴിച്ചിട്ടുണ്ട്, വെള്ളാപ്പള്ളിയുടെ ആരൊക്കെയോ. അപ്പം ഇവന്മാർക്കൊക്കെ ഭയങ്കര അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര കൊള്ള സംഘമാണ് ഇവന്മാർ. അപ്പം നമ്മളെ ഇതുപോലെ വകവരുത്താം, ഇവനെ കൊണ്ട് വകവരുത്തിച്ചിട്ട് ഇവളെ കല്യാണം കഴിക്കാം. അന്നേരം ഇവിടെ 1 ഏക്കർ ഇതുപോലെ ഇത്രയോ ഉണ്ട്, 46 സെൻറ്റ് സ്ഥലം, ഏകദേശം 50 സെൻറ്റ് സ്ഥലം. പിന്നെ പന്തളത്ത് 1 ഏക്കർ 55ഉം 20ഉം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഇവർക്കങ്ങ് ലാവിഷായിട്ട് അങ്ങ് ജീവിക്കാമെന്ന് ഈ പ്രീതായസ് പണിക്കർ എന്ന് പറയുന്നവളും ഈ ബിജു പിയും കൂടെ ഒക്കെ വിചാരിച്ചത്. അപ്പോൾ ഇവനപ്പം പറയുന്നതാണ്. അപ്പം ഇവൻ കുറേ നാടകങ്ങളൊക്കെ നടത്തി. നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസം നീ എത്ര പേരുടെ കൂടെ പോയിട്ടുണ്ടടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ നാടകങ്ങളൊക്കെ നടത്തി. ഇവനിപ്പം നമ്മുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുന്ന പോലെ സുബ്രഹ്മണ്യൻ ഇവൻ്റെ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ തീരത്തില്ല. ഇവനങ്ങ് നമ്മുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുക. ഇവൻ ആരാ എൻ്റെ കാര്യം പറയാൻ? ഞാൻ ബിജു പി എന്ന് പറയുന്നവനെ കോടതി വഴി ബന്ധം ഒഴിഞ്ഞു. ഇവൻ എന്ത് കാര്യം? ഇവൻ ആരാ? ഞാനിപ്പോൾ ഹിന്ദിക്കാരനുണ്ട്, അതിന് ഇവൻ ആരാ ഇതൊക്കെ നമ്മുടെ കാര്യം തീരുമാനിക്കാൻ? ഇവൻ എന്താ അവകാശമുള്ളത്? ഇവൻ ആരാ ഇവിടുത്തെ? ഇവനെ നമ്മുടെ വീട്ടിന് അടിച്ച പടി കയറ്റത്തില്ല. നിങ്ങൾ ഇപ്പം വിളിക്കുന്ന കേട്ടല്ലോ ഇവന് നമ്മൾ അമ്മയെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഇവന് രോഗം. അപ്പോൾ ഇവനിങ്ങനെ ഡ്രാമ കളിച്ചിങ്ങനെ വരുമ്പോൾ നമ്മൾ അമ്മയെന്ന് വിളിക്കുമ്പോൾ ഇവൻ ഒക്കത്തില്ല. ഇവനേതോ ആരാണ്ട് ഇങ്ങനെ കുരുടൻ ഇങ്ങനെ വരുന്നത് എൻ്റെ വീട്ടിലോട്ട് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ അമ്മയ്ക്ക് ഷോർട്ട് ഹൈറ്റ് ആണല്ലോ, അപ്പം ഏതോ കുരുടൻ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഡ്രാമ കാണിച്ച് വരാനുള്ള ഉദ്ദേശത്തിലാണ് ഈ വരുന്നത്. അപ്പം ഞാൻ അമ്മയെന്ന് വിളിക്കുമ്പം ആ ഡ്രാമ നടക്കുന്നില്ല. അതുകൊണ്ട് ഇവനങ്ങ് എന്തുവാ ഇതാവുക, ഇവനങ്ങ് മെൻ്റലായിട്ട് ഇവനങ്ങ് ചീത്ത വിളിക്കുക, പാല് കൊടുക്കും, മറ്റേത് മറിച്ചതെന്നും പറഞ്ഞങ്ങ് തുടങ്ങി ഇവനങ്ങ് ഇതാവുക. ഇവനെന്തെല്ലാം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ എന്നിട്ട് പിന്നെ അങ്ങ് പറയാം 1 മീറ്റർ വഴിയേ ഇവനുള്ളൂ. 1 മീറ്റർ, എത്രയോ ആൾക്കാർക്ക് 1 മീറ്റർ വഴിയേ ഉള്ളൂ, അതുപോലും ഇല്ലാത്തവരുണ്ട്. ഇവന് നല്ല സുഖമായിട്ട് 1 മീറ്റർ വഴിയുണ്ട്. ഇവൻ ഇതുവഴി നടന്നോ ചാടിയോ ഒക്കെ ആരും നോക്കാറില്ല. ഇവനെ പോകുന്നോ വരുന്നോ എന്നൊന്നും ഇപ്പം നമ്മൾ ഇവനെ ശ്രദ്ധിക്കാറേ തെണ്ടിയെ. ഇപ്പം ഇവനിങ്ങനെ അങ്ങ് നടക്കുക. ഇവർ രാവിലെ മേഫെയർ എന്ന് പറയുന്നിടത്തും അതിനപ്പുറത്ത് ഏതാണ്ട് ഷാപ്പൊക്കെ ഉണ്ട്. ഇവൻ രാവിലെ അങ്ങ് ഇറങ്ങും, ഇങ്ങനെ 5-6 പ്രാവശ്യം ഇതുവഴി ഇങ്ങനെ നടന്ന് ഇങ്ങനെ മാസ്കൊക്കെ വെച്ചാൽ, വേറെ ആരും ഇങ്ങനെ മാസ്ക് വയ്ക്കുന്നില്ല ഇപ്പം ഇവിടെ. ഇവനിങ്ങനെ മാസ്കൊക്കെ ഫിറ്റ് ചെയ്തങ്ങ് നടക്കുക, ആൾമാറാട്ടം നടത്തി. ഇവനിങ്ങനെ ആൾമാറാട്ടത്തിന് വേണ്ടി ഇങ്ങനെ നടക്കുക. അങ്ങനെ ഈ ആൾമാറാട്ടം പലയിടത്തും നടക്കുന്നുണ്ട് നമ്മളെ വെച്ചുകൊണ്ട്. അതുപോലെ ഈ പ്രീതായസ് പണിക്കർ എന്ന് പറയുന്നവൾ ഇവനും കൂടെ കെട്ടാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് നടന്നത് മുഴുവൻ. അപ്പോൾ അതിനാണ് ഞാനങ്ങ് പോട്ടെന്ന്, എൻ്റെ കല്യാണ ബന്ധം ഒഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇങ്ങനെ ചോദിച്ചതുകൊണ്ട് ഞാനിങ്ങി പോരും. അപ്പം നമ്മളങ്ങനത്തെ ആളല്ലല്ലോ. നമ്മൾ കല്യാണം കഴിച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവനിങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞെങ്കിൽ പോരാനന്ന് നമുക്ക് അതിനുള്ള ഇതൊന്നും ഇല്ല. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ 10ാമത്തെ ദിവസം മുതൽ ഇവൻ എന്നെ അടിക്കാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കൊണ്ടുവന്ന് ഉടുപ്പ് തയ്ച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ടായി നെക്സ്റ്റ് ഡ്രാമകളൊക്കെ. ഒത്തിരി അടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തു വരുന്നു. ഒത്തിരി എന്ന് വെച്ചാൽ പറയാൻ പറ്റാത്ത അത്ര നമ്മളെ തല്ലിയിട്ടുണ്ട് ഈ ബിജു പി എന്ന് പറയുന്ന ക്രിമിനൽ പട്ടി. ഇവൻ നമ്മളെ തല്ലി ശരിയാക്കി. എന്നിട്ട് നമ്മളൊന്നും അനങ്ങിയിൽ ഇവൻ്റെ കൂടെ പോകുന്നു, നമുക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. എന്നിട്ട് ഇവൻ പിന്നെ നിരന്തരം നമ്മളെ തല്ലും. പിന്നെ അങ്ങനെ പല പല കാര്യങ്ങളാണ് ഇവൻ പിന്നെ എവിടേക്കോ പോയി. ഇവൻ്റെ വീട് കാട്ടിക്കുന്നേൽ എന്ന് പറയുന്ന, നിങ്ങൾക്ക് ചെന്ന് തിരക്കിയാൽ മതി ഇവനെക്കുറിച്ച്. നിങ്ങൾക്കിനി ഇവനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് തിരക്കുക ഇവനെക്കുറിച്ച്. ഈ കണ്ടല്ലൂർ ദേശത്ത്, കണ്ടല്ലൂർ സൗത്ത് എന്ന് പറയുന്ന മണിവേലിക്കടവിന് അവിടെ ചെന്ന് നിങ്ങൾ തിരക്കുക ഇവൻ്റെ അനിയനെക്കുറിച്ചും ഇവനെക്കുറിച്ചും. അവിടെ നിന്ന് നിങ്ങൾ പുല്ലുകുളങ്ങര മുതൽ തെക്കോട്ട് തിരക്കുമ്പോൾ അവർ പറഞ്ഞു തരും. ഇവൻ്റെ അഡ്രസ്സ് ഞാൻ പറയാം. ബിജു പി കാട്ടിക്കുന്നേൽ ഹൗസ്, കണ്ടല്ലൂർ സൗത്ത് PO കായംകുളം. ഇതാണ് ഇവൻ്റെ നിങ്ങൾ പുല്ലുകുളങ്ങര ഇറങ്ങി പുല്ലുകുളങ്ങര എത്തിക്കഴിഞ്ഞാൽ മണിവേലിക്കടവിന് പോകാനുള്ള വഴി ചോദിച്ച് പോയാൽ മതി. അവിടെ ചെന്ന് നിങ്ങൾ ആ ജംഗ്ഷനിലും അവിടെ ഇവിടെ എല്ലാ ആൾക്കാരോട് തിരക്കിയാൽ പറയും ഇവൻ്റെ ഡ്രാമകളും ഇവൻ്റെ അനിയൻ്റെയും കാര്യങ്ങൾ. 6.5 ഏക്കർ വസ്തു വിറ്റ് മുടിച്ചെന്ന് എല്ലാവരും പറയും. 6.5 ഏക്കർ വസ്തു ഒരു പാവം പിടിച്ച അങ്ങേര്, ഈ ആനന്ദൻ എന്ന് പറയുന്ന അങ്ങേര് ഉള്ള ഊട്ടിമല എല്ലാം നടന്ന് ഇതായി ഉണ്ടാക്കിയ 6.5 ഏക്കർ സ്ഥലം ഇവന്മാർ മുടിച്ചെന്നാണ് അവിടെ എല്ലാവരും പറയുന്നത്. ഇവിടെ കൂടെ പോകുന്നവരെല്ലാം, അവരെ അറിയുന്നവരെല്ലാം പറയുന്നത് അങ്ങനെയാണ്. ഇവൻ്റെ അമ്മയുടെ ചേട്ടത്തി
ഒരു മോളുണ്ട് ശോഭ, അതിനപ്പുറത്ത് കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ ഇവിടെ എല്ലാം റൂട്ടുള്ളവരാണ്, ഇവരെല്ലാം ബന്ധമുള്ളവരാണ് ഇവിടെയൊക്കെ. അവരെല്ലാം നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ ഇതെല്ലാം ഇവരെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ കള്ളനാണ് ഇവനെല്ലാം മുടിച്ചേച്ച് ഇങ്ങനെ നടക്കുക. ഇവനിപ്പം എന്താ ഇവന് സപ്പോർട്ട് മുഴുവൻ ഇപ്പം BJPക്ക് സപ്പോർട്ടാണ്. ഇവിടെ കുറച്ച് ആൾക്കാർ പ്രീത എസ് പണിക്കർ, രാജമ്മ VK എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രീത എസ് പണിക്കർ ഇവനും കൂടെ ഏതാണ്ട് കെട്ടാൻ ഉദ്ദേശം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ വീട്ടുകാരെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു അന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ വീടിൻ്റെ അവിടെ എല്ലാം ചെന്നപ്പോൾ ഒരു കൊച്ചുണ്ണുണ്ണി എന്ന് പറയുന്നവനാണ് എന്നോട് ചോദിച്ചത്, എന്നോട് പറഞ്ഞത് അനിയത്തി കയറി മണ്ഡപത്തിലിരുന്നേനെയല്ലോ എന്ന്. അന്ന് അവൻ പറഞ്ഞു. നമുക്കപ്പോൾ അന്നേരം നമുക്കതെന്തോ പോലെ തോന്നി. പക്ഷേ നമ്മൾ അന്ന് ഒന്നും റിയാക്ട് ചെയ്യാൻ പോയില്ല. അതെന്തൊരു ഇതാണ് അനിയത്തി കയറി എന്താ. പക്ഷേ അന്നേ ചോദിക്കണമായിരുന്നു അതെന്താണ്. എന്നാൽ പിന്നെ കയറി ഇരിക്കാൻ വയ്യായിരുന്നോടാ എന്ന് ചോദിക്കണമായിരുന്നു അവനോട്. എന്നാൽ പിന്നെ കയറ്റി ഇരുത്തരുതായിരുന്നോടാന്ന് ചോദിക്കണമായിരുന്നു. അങ്ങനെയായിരുന്നു ചോദിക്കേണ്ടത്. നീ അങ്ങ് കയറ്റി ഇരുത്തരുതായിരുന്നോ ഇവിടെ എന്നെങ്കിലെന്ന് എന്ന് ചോദിക്കണ്ട അവനോട്. ഒരു മാപ്പിളയവൻ, എന്തുവാ അവനെ വിളിക്കുന്നത് സാമ്പാർ കള്ളൻ എന്നൊക്കെ അവിടെ വിളിക്കുന്നത്. ഇവൻ മോഷണമായിട്ട് നടന്ന പണ്ട് ഇവൻ്റെ കൊച്ചിലെ ഒരു കെട്ട കെടുമ്പ്. അവനെ കണ്ട നായ വെള്ളം കുടിക്കത്തില്ല. ഇതുപോലെ ഈ സുബ്രഹ്മണ്യൻ്റെ കൂട്ടവൻ. അങ്ങനെ ഇങ്ങനെല്ലാം നമ്മളോട് ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ ഒപ്പിച്ച കല്യാണമാണ്. അപ്പോൾ എന്നോട് കോടതിയിലുള്ളവർ, ഞാൻ കോടതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് 2001 ഓഗസ്റ്റിൽ പോകുമ്പം എന്നോട് അവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അന്നേരം ഒരു സീതയെന്ന് പറയുന്ന ഒരു വക്കീൽ പറഞ്ഞു, നിങ്ങളെ ഇവിടുന്ന് കെട്ടും. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളെ ഇവിടുന്ന് കെട്ടും അവളങ്ങ് പറയാം. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്കതെങ്ങനെ അറിയാം? ഇത്ര ഇതായിട്ട് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്നെ അവിടുന്ന് കെട്ടും, കോടതിയിൽ നിന്ന് കെട്ടുമെന്ന് പറയാൻ? അങ്ങനെ അങ്ങ് നടക്കുകയുള്ളുമാർ. പിന്നെ കുറേ പേര് നമുക്കങ്ങ് എതിരുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫയൽ തരരുത്. ഇതുപോലെ തന്നെ ഈ വിശ്വനാഥ് സാറിൻ്റെ ഓഫീസിൽ തന്നെ കുറേ എന്ന് വെച്ചാൽ ഇവരെല്ലാം ചെന്ന് പറയുന്നതാണിത്. നമുക്ക് ഫയൽ തരരുത്, നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതൊക്കെ കുശുമ്പും എന്ന് വെച്ചാൽ എന്തൊക്കെയോ അങ്ങ് കുശുമ്പും അതും ഇതൊക്കെ ആയിട്ട് അങ്ങ് ഭയങ്കര രോഗമായിട്ട് നമുക്ക് അത് എവിടെ ചെല്ലുമ്പോഴും ഉണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ മാത്രമല്ല, നമ്മൾ എവിടെ ചെന്നാലും ഫയൽ തരാതിരിക്കുക. അത് ഞാൻ ചന്ദ്രമോഹൻ ദാസ് സാറെന്ന് പറയുന്ന സാറിൻ്റെ ഓഫീസിൽ ചെന്നപ്പോഴും ഇതേ സംഭവം നടന്നു. നമുക്ക് ഫയൽ തരാതിരിക്കുക. ഒരു വിജയകുമാർ എന്ന് പറയുന്ന ഒരു അവനുണ്ട്. അവനിങ്ങനെ എന്താണ് നമുക്ക് ഫയൽ തരാതെ അവനിങ്ങനെ ചാടി ഇങ്ങ് വരും. അപ്പോഴത്തേനും നമ്മൾ പറയാനായിട്ട് സബ്മിറ്റ് ചെയ്യരുത് നമ്മൾ. മനസ്സിലായില്ലേ? അത് അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ്. പിന്നെ കുറേ കാര്യങ്ങളാണ്. ഒരു പ്രതീക് എന്ന് പറയുന്നവനൊക്കെ കുറേ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇങ്ങനെല്ലാം നടക്കുക. നമ്മുടെ പുറകിൽ നമ്മൾ പോകുന്നിടത്തെല്ലാം കുറേ അവന്മാരെല്ലാം പിടിച്ച് ഇവന്മാരങ്ങ് നടത്തുക കുറേ കാര്യങ്ങൾ. പക്ഷേ നമുക്ക് അന്നൊന്നും ഇതൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ പാർട്ട്ണർ ഇപ്പം മുക്കുമുക്കുച്ചാർ, അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഓഫീസിലുള്ളവരെ കുറിച്ച് പറയും. ചിലപ്പോൾ അവർ ഇന്നതാണെന്ന് പറഞ്ഞ് ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുക്കും. അതുപോലെ അങ്ങനെ ഒരു ഫ്രണ്ടിന് നമ്മൾ ഇട്ട് കൊടുത്തപ്പം ഇത് അന്ന് 2018-19 അത് വെച്ച് നമ്മൾ ഫോട്ടോ ആരുടെയെങ്കിലും ഇട്ട് കൊടുത്താൽ അവരോട് വല്ല കാര്യം ഉണ്ടായിട്ടാണോ? ഒട്ടുമല്ല. അതുപോലെ നമ്മൾ ദേവൻ രാമേന്ദ്രൻ എന്ന ജഡ്ജിയെക്കുറിച്ച് നല്ലത് പറയുക എന്ന് വെച്ചാൽ ആ ജഡ്ജ് നല്ല ഉറക്കെ സംസാരിക്കും. അപ്പം നമ്മൾ പറയാം ആ ജഡ്ജ് ഉറക്കെ സംസാരിക്കും, നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അവിടെ പോയി ഇരുന്നാൽ കേൾക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് നമ്മളവിടെ പോകുന്നതിന് ദേവൻ രാമചന്ദ്രൻ കല്യാണം കഴിച്ചു പോയി. ഏതോ സ്ത്രീ പറഞ്ഞ് ഞാനിനി കല്യാണം കഴിക്കുന്നില്ല, എന്തെല്ലാം കേൾക്കണം. പക്ഷേ ഇതെല്ലാം ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവന്മാരുടേത്. അപ്പോൾ ഇവന്മാർക്ക് ഇങ്ങനെ നെഗറ്റീവ്സായിട്ട് ജോലി, നെഗറ്റീവ്സ്, തേർഡ് റേറ്റ്സ് ആണ് ഇവന്മാർ. അതുകൊണ്ടാണ് ഇവന്മാരിങ്ങനെ നെഗറ്റീവ്സായിട്ട് നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവന്മാർ ഇങ്ങനത്തെ നേച്ചേർഡാണ്. അപ്പം എന്നെ ഇങ്ങനെ ട്രാപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ BJP പറയുമായിരുന്നു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചുങ്ങളൊക്കെ ആയാൽ ഇങ്ങനൊന്നും നടക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പം അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ. പക്ഷേ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. ഈ ആനന്ദൻ എന്ന് പറയുന്ന അങ്ങേറെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ 3 വർഷം ഏകദേശം ആയപ്പോഴാണ് മാളു ജനിക്കുന്നത്. 2002 ജൂണിലാണ് എൻ്റെ കല്യാണം നടന്നത്. പിന്നെ 2005 ഓഗസ്റ്റിലാണ് മാളു ജനിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നാൾ കഴിഞ്ഞിട്ടാണെന്നുള്ളത്. അപ്പം പിന്നെ ഇവന് നിൽക്കക്കള്ളിയില്ല, ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ ആയപ്പോഴാണ്. മനസ്സിലായില്ലയോ? അപ്പോൾ എൻ്റെ അമ്മയ്ക്കും ഒക്കെ വലിയ ഇഷ്ടക്കേടൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം അപ്പോൾ ഇവരൊക്കെ കൂടി പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് സത്യത്തിൽ. എൻ്റെ അമ്മയും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ അത്ര വലിയ ഇന്നോസൻ്റ് ഒന്നും അല്ല എൻ്റെ അമ്മ. മനസ്സിലായില്ലേ? അപ്പം കാരണം എൻ്റെ മാളുവിനെ ഞാൻ സിസേറിയൻ കഴിഞ്ഞ് കിടക്കുമ്പോൾ ഇവർ വൈകിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഭയങ്കര നാടകങ്ങളൊക്കെ കളിക്കുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഇല്ല, ഇതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു സത്യത്തിൽ. പിന്നെ
ഇവർ നോക്കിയൊന്നും ഞാൻ തന്നെയാണ് എൻ്റെ കുഞ്ഞിനെയും കൊണ്ടിരിക്കുന്നത് ഇവിടെ, ഇവരൊന്നും ചെയ്തിട്ടില്ല. ഇവരങ്ങ് അവിടെ ഇവിടെ എല്ലാം അങ്ങ് പോവും. എന്നിട്ട് ഞാൻ പിന്നെ ഇവിടെ ഒരു അടുത്തുള്ള പിള്ളേർ, ഇപ്പം കൊച്ചുങ്ങളെ കാണാൻ പിള്ളേർക്ക് ഇഷ്ടമാണല്ലോ, പിള്ളേർ വരുമ്പം അവരുടെ കൈ കൊടുത്തിട്ടാണ് നമ്മൾ ഓടിപ്പോയി കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. അത്രയ്ക്ക് ടോർച്ചറിങ് ഒക്കെ നടന്നതാണ്. എൻ്റെ അമ്മയൊന്നും നോക്കി തന്നതൊന്നുമല്ല സത്യത്തിൽ. എൻ്റെ അമ്മയൊന്നും നോക്കി തന്നിട്ടേ ഇല്ല പലപ്പോഴും, കേട്ടല്ലോ. അത് കഴിഞ്ഞ് പിന്നെ 2.5 വയസ്സായപ്പോൾ മുതലേ പ്ലേ സ്കൂളിൽ കൊണ്ടുവിട്ടു, നമ്മുടെ ഗായത്രിയിൽ. ഇവരുടെ നമ്മൾ തന്നെ എല്ലാം പ്ലേ സ്കൂളിൽ കൊണ്ടുവിട്ട് അങ്ങനെ അതെല്ലാം അങ്ങ് ഇതാക്കി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവൾ പിന്നെ വിചാരിച്ച് നമ്മളെ അങ്ങ് റെഡിയാക്കാമെന്നൊക്കെ ഒത്തിരി വിചാരിച്ചിട്ടൊന്നും പറ്റിയില്ല. കുഞ്ഞ് ജനിച്ചു. അത് കഴിഞ്ഞ് അതൊന്നും നടക്കാഞ്ഞ് പിന്നെ ഇവൾ ഈ ചെല്ലമുരളിയെല്ലാം വളകി പിടിച്ച് അവനെയൊക്കെ ഏകദേശം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇവൾ 1 വർഷം നീട്ടി വെച്ചു. അപ്പോൾ മനസ്സിലായിക്കോണം, ഈ 1 വർഷവും കൊണ്ട് എന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വകവരുത്താമെങ്കിൽ ഇവക്കങ്ങ് സന്തോഷമായിരുന്നു, ഇവനെ കെട്ടാമെന്നുള്ളത് ആയേനെ. പക്ഷെ അതും നടന്നില്ല. അങ്ങനെ ഇവനെ കല്യാണം കഴിച്ച് പോകുന്ന ദിവസം ഇവക്കങ്ങോട്ട് പോകാൻ എല്ലാവർക്കും വലിയ ലവ് മാരേജ് ആണെന്നാണ് അതും പറയുന്നത്. ഇത് ഹണി ട്രാപ്പായിരുന്നു. ഇവർക്ക് ലവും മാരേജും ഒന്നുമില്ല. ഇവൾ ചുമ്മാ അവനെ വകവരുത്താൻ വേണ്ടി ഹണി ട്രാപ്പ് ചെയ്തവനെ. എന്നിട്ട് ഇവളിങ്ങനെ പോകാതെ ഇങ്ങനെ അങ്ങ് നിൽക്കുക, പോകണ്ട എന്നുള്ള രീതിയിൽ ഇവളങ്ങ് നിൽക്കുകയാണ് സത്യത്തിൽ. എനിക്കങ്ങ് അതിശയം വന്നു, ഇവളിങ്ങനെ പെട്ടിയും കൊണ്ട് ഇങ്ങനെ പോകാതെ ഇങ്ങനെ തമിഴ്നാട്ടിലോട്ട് പോകാൻ വണ്ടിയെ കയറാതെ അങ്ങ് നിൽക്കുക എന്തോ ഇതിനാന്ന്. അവസാനം ഇവളെ ദൈവം ഓടിച്ച് ഈ ശാശിനെ പിന്നെ വരും ഇടയ്ക്ക് ഇങ്ങനെ കെട്ടിപ്പിറക്കി പോരുമായിരുന്നു ഇവൾ. എന്നിട്ട് 7ാമത്തെ മാസമൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾ പ്രഗ്നൻ്റായി ചെന്നപ്പം തന്നെ. എന്നിട്ട് 7ാമത്തെ മാസം ഇവളെ വിളിച്ചുകൊണ്ട് പോരുമ്പോഴൊക്കെ മുരളി ഇവളുമായിട്ട് ഭയങ്കര വഴക്കാണ് കേട്ടോ. ഭയങ്കര വഴക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്ക്. അവരുടെ അപ്പച്ചി എന്ന് പറയുന്നൊരു സ്ത്രീയുണ്ട്, അവർ ചോദിക്കുന്നുണ്ട് ഇതാണോ ലവ് മാരേജ് എന്ന് ചോദിച്ചോണ്ടാ ആ സ്ത്രീയുടെ ഭർത്താവിനെ അവരെയൊക്കെ അപ്പച്ചി ജീവിച്ചിരിപ്പുണ്ടോയെന്ന് അറിയത്തില്ല, അവരെല്ലാം ഷുഗറെല്ലാം പിടിപ്പിച്ചെല്ലാം റെഡിയാക്കി. ഇതേപോലെ ചെന്നടം മുടിച്ച് ഒത്തിരി പേരെ ഇതാക്കി. ഒരു അമ്മാവൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു ഇതുപോലെ ഒരു മദ്രാസിൽ, അവർക്കെന്തോ ഒരു സ്കിൻ ഡിസീസ് വന്നു, പെമ്പിക്കസോ ഏതാണ്ടൊരു കുന്തം എന്തായാലും അങ്ങനെയൊക്കെ വരുത്തി. ആ പാവം നല്ലൊരു സുന്ദരി ഒരുത്തിയായിരുന്നു. അവരെ അതുപോലെ ഇതെല്ലാം ആക്കി. പാവം ഒരു സ്ത്രീ, കഷ്ടം. അങ്ങനെ എല്ലാം ഇവളുമാർ ഇങ്ങനെ ഇതിനകത്ത് നമ്മുടെ വെള്ളത്തിനകത്ത് കലക്കി ഇതെല്ലാം ഇട്ട് അവർ ആ പാവം സ്ത്രീക്ക് അറിയത്തില്ലല്ലോ അങ്ങനെ അതെല്ലാം ഇതാക്കി. ഇപ്പം നമ്മുടെ ഇതിനകത്ത് വെള്ളത്തിൽ കലക്കിയല്ലോ, അതുപോലെ നമ്മുടെ ദേഹത്ത് ഞാൻ പറഞ്ഞില്ലേ സന്തുലയിൽ വെച്ച് നടന്നതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെ UTIയുടെ സാധനങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. നമ്മൾ അത് വെച്ച് നമ്മളുടെ പ്രൈവറ്റ് ഏരിയാസൊക്കെ വാഷ് ചെയ്താൽ ഈ കലർന്നത് നമുക്ക് ഈ ഇൻഫെക്ഷൻ ഉണ്ടാവും. ഇതാണ് സത്യം. ഇങ്ങനെ പല സാധനങ്ങൾ ഇവർ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്, അസുഖങ്ങളിങ്ങനെ. പിന്നെ ഇൻഫ്രാസോണിക്, അൾട്രാസോണിക്, ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഇതെല്ലാം സത്യസന്ധമായ കാര്യമാണ്. ഇന്ന് വേണ്ട നമ്മുടെ ഏതോ ഒരു ന്യൂസിനകത്ത് ഡയറക്റ്റഡ് എനർജി വെപ്പണിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യ ദുർഗ എന്ന് പറഞ്ഞുകൊണ്ട് വികസിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട്, അതൊക്കെ ഭയങ്കര ഹൈ എനർജിയുടെ ഇതാണ്, ലേസറാണ്. 100 വാട്ടോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്നത് കേട്ട്. 7 കിലോമീറ്റേഴ്സ് 20 കിലോമീറ്റേഴ്സൊക്കെ പോയി അടിച്ചിടുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇവന്മാർ യൂസ് ചെയ്യുന്നത്. പക്ഷേ അത്രയ്ക്ക് എനർജി ഉള്ളതല്ല. ഈ മൊബൈൽ വെച്ച് എന്തോ ആപ്പുണ്ട്, ഇതെല്ലാം കൺവേർട്ട് ചെയ്താണ് ഇവർ യൂസ് ചെയ്യുന്നത്. മനസ്സിലായി? ഇങ്ങനെ സോണിക് സൗണ്ടിനെയൊക്കെ ഇവന്മാർ കൺവേർട്ട് ചെയ്തിട്ടാണ് ഇതെല്ലാം നമ്മളിലോട്ട് ഇതാക്കുന്നത്. ഇവന്മാരുടെ മൊബൈലിനകത്ത് എന്തോ ആപ്പുണ്ട്, ഈ ലൈറ്റിനെയും ലേസറാക്കാനും പിന്നെ നമ്മുടെ സൗണ്ടിനെയും ഇങ്ങനെ സോണിക് സൗണ്ടും ഒക്കെ ആക്കി നമ്മുടെ തലയിൽ ഹിറ്റ് ചെയ്യിപ്പിക്കുക അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിനിടയിൽ മറ്റേ കാര്യങ്ങളും കൂടെ പറയട്ടെ. എന്നിട്ട് അപ്പോൾ ഇങ്ങനെയാണ് അവൻ്റെ കൂടെ പോയതും. എന്നിട്ടും പിന്നെ ഇവൾക്ക് പിന്നെ അങ്ങോട്ട് ഇവൾ ഇവൾ കണ്ടില്ലേ ഇങ്ങനെ വരുന്നത്, ഇത് ഏതോ അടിക്കുക കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പോയിസണസ് ഗ്യാസ് ഇത് വരുന്നത് നിങ്ങൾക്കിടെ ഏതെങ്കിലും ഒരു ഇതിൽ കണ്ടോ, ഇത് കണ്ടില്ലേ, ഇതാണ് പോയിസണസ് ഗ്യാസ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക ഇവന്മാർ, കണ്ടില്ലേ? ഇത് വേറെയൊക്കെ നല്ല ക്യാമറയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ ഇതിലോട്ട് അടിക്കുക. ഈ മണ്ണിനകത്തൊക്കെ എന്തോ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്, എങ്ങനെയാണെന്ന് അറിയത്തില്ല. പണ്ടും ഇതുപോലെ നമ്മുടെ കയ്യിലുണ്ട്, വേറെയൊക്കെ ഇതുപോലെ പലപ്പോഴും നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് സേവ് ചെയ്ത്. ഇത് പോയിസണസ് ഗ്യാസാണ്, കണ്ടോ, നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ബ്ലോട്ടിങ് ഗ്യാസ്, നമ്മുടെ വയറൊക്കെ ഇങ്ങനെ വീർപ്പിക്കുക. നമ്മൾ രാവിലെ ഫുഡൊന്നും കഴിക്കുന്നില്ല സത്യത്തിൽ.
എന്നിട്ടും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റണം. ഭയങ്കര രോഗമാണ് ഇവർക്ക്, ഭയങ്കര ക്രിമിനൽ മെൻറ്റാലിറ്റിയാണ്, സൈക്കോപാത്സ് ആണ്, നാർസിസിസ്റ്റിക് ബിഹേവിയറാണ് ഇവന്മാർക്കുള്ളത്. ഭയങ്കര കെട്ട കെടുമ്പുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഭയങ്കര ക്രിമിനൽസാണ് ഇവന്മാർ. എന്തോ ഇൻഷുറൻസ് ലൂട്ട് ചെയ്യുന്ന കള്ളരാണ്. എന്നെ വെച്ച് നമ്മൾ LLB MBAയും പിന്നെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എല്ലാം പഠിച്ചതാണ്. എന്നിട്ട് നമ്മളിപ്പം ഇവനാണെങ്കിൽ ഈ ബിജു പി എന്നിട്ട് പറയാനാണെങ്കിൽ എൻ്റെ ഈ മാളൂന് 2.5 വയസ്സായപ്പം ഒരു റീസണും ഇല്ല ഇവനിങ്ങനെ ഇവൻ ഇവിടുന്ന് എന്തൊക്കെയോ പറഞ്ഞ് ഇതാക്കും. അങ്ങനെ പോയിട്ട് ഇവനങ്ങ് ഡ്രാമയാണ്. എന്നിട്ട് പോയിട്ട് എന്തിനോ വേണ്ടി വഴക്കിട്ട് ഇവൻ ഒരിക്കൽ പോയി, അതൊരു റീസണും ഇല്ല. പോയിട്ട് ഇവൻ പിന്നെ ഈ തുമ്പോണാണ് എന്നിട്ട് ഇങ്ങനെ ചർച്ചയ്ക്ക് പോയത്. കണ്ടില്ലേ വരുന്നത്, ഇതാണ് പോയിസണസ് ഗ്യാസ് എവിടുന്നോ അടിച്ചു വിടുക, എവിടുന്നാണെന്നറിയത്തില്ല. എന്നിട്ട് അപ്പോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് 2.5 വയസ്സുള്ളപ്പോഴേ ഡിവോഴ്സ് ചെയ്യണം. ഒരു സുപ്രഭാതത്തിൽ അങ്ങ് പറയുകയാണ് ഡിവോഴ്സ് ചെയ്യണം. അപ്പം ഇവരുടെയൊക്കെ സ്ട്രെസ്സാണ് ഡിവോഴ്സ് ചെയ്യണമെന്നുള്ളത്. കണ്ടില്ലേ പോയിസണസ് ഗ്യാസ് വരുന്നത് കണ്ടില്ലേ, ഇവന്മാരടിക്കുന്നത് കണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ക്യാമറയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെ ക്യാമറയിൽ എന്താ പറയുന്നത്, എനിക്ക് മാത്രമേ, വേറെയുള്ളിടത്തൊന്നും കാണത്തില്ല ഇങ്ങനത്തെ, നമ്മുടെ ക്യാമറയിൽ വരത്തില്ല ഇങ്ങനത്തെ ഇങ്ങനെ പറന്ന് വരുന്നത്. എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് പലപ്പോഴായിട്ട് ഇവന്മാരുടെ വേലകളെല്ലാം. അപ്പോൾ 2.5 വയസ്സുള്ളപ്പോൾ ഇവനങ്ങ് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു വേർഡ് എടുത്തിട്ടങ്ങ് ഇതാക്കാൻ തുടങ്ങി. പിന്നെ ഇവൻ എപ്പോഴും അങ്ങ് പറയും ബന്ധം ഒഴിയണം. അപ്പം അങ്ങനെയാണ് പിന്നെ നമുക്ക് മനസ്സിലായത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ പിന്നെ നമ്മൾക്ക് പാർട്ട്ണറെ കണ്ടുപിടിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവന് ബന്ധം ഒഴിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആരാ പിന്നെ? ഇവന് ബന്ധം ഒഴിഞ്ഞ് പോടാ, നമുക്ക് പിന്നെ നമ്മളുടെ കാര്യം നോക്കാനുള്ളത് ഇതുകൊണ്ട്. ഇവനാരാ? ഇവൻ്റെ ഒന്നും കൊണ്ടല്ല ഞാൻ ജീവിച്ചത്. ഇവൻ്റെ ഒരു എന്താ ഇവൻ എൻ്റെത് വാങ്ങിച്ച് പുഴുങ്ങി തിന്നതേ ഉള്ളൂ. എൻ്റെ സ്വർണ്ണമല്ല ഇവൻ്റെ കയ്യിൽ ഇപ്പോഴും 66 പവൻ. ഇവൻ്റെ ഒരു എന്താ പറയുന്നത്, ഇവൻ ഇവിടെ വന്ന് താമസിച്ചത് 10 വർഷം എൻ്റെ വീട്ടിൽ. ഇവൻ ആരായിരുന്നു? ഇവൻ ഇവിടെ വന്ന് കിടക്കുകയായിരുന്നു സത്യത്തിൽ. എന്നിട്ട് ഇവനെ ഇപ്പോൾ ഇവിടുന്ന് ഓടിച്ചു. ഇവനെ നമ്മൾ നിയമപരമായിട്ട് ബന്ധം ഒഴിഞ്ഞു. ഇനി ഇവൻ്റെ കാര്യം പറയാൻ ഇവനാരാ? സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ ഇവനാരാ? ഇവൻ ഇവിടുത്തെ കാര്യം നോക്കിയിരിക്കാൻ ഇവനാരാ? ഇവൻ ഇങ്ങനെ നമ്മുടെ കാര്യം നോക്കി നടക്കാൻ ഇവനാരാ? ഇവൻ അത് ചെയ്യുന്ന പറയുന്നത് ഇവനാരാ? സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് ഇവൻ നമ്മുടെ അല്ലേ? ആരെങ്കിലും ഈ നാട്ടിലെ ഏതവനാണ് നമ്മുടെ വീട്ടിലെ കാര്യം നോക്കേണ്ടത്? നിങ്ങളുടെ വീട്ടിലെ അയലത്തുകാരാണോ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത്? നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ നിങ്ങൾ അയലത്തുകാർ പറയുന്നതാണോ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ? അയലത്തുകാരന്മാരാരാ? അവളുമാരാരാ? ഇതെൻ്റെ വീട്. ഞാൻ എല്ലാ ടാക്സ് റെസീപ്റ്റും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ പ്രീരായസ് പണിക്കർ എന്ന് പറയുന്ന മുതുകള്ളി, ഇവളുടെ കള്ളത്തരങ്ങൾ ഇപ്പം ആ സിന്ധു എന്ന് പറയുന്ന ചേച്ചി പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലയോ? രാജമ്മ എന്ന് പറയുന്ന അവളുടെ എൻ്റെ അമ്മയുടെ ട്വിൻ സിസ്റ്റർ എന്ന് പറയുന്ന ഈ രാജമ്മ, അവളെയും കൊണ്ട് തൃശ്ശൂരിൽ നിന്ന് കാരക്കാട്ട് ആ സാവിത്രി, നിങ്ങൾക്ക് ഞാൻ വീട് സഹിതം പറഞ്ഞുതരാം. സാവിത്രി എന്ന് പറയുന്ന ഒരു അമ്മയുടെ വീട്ടിൽ അവിടെ പോയി, അവിടുത്തെ കാരക്കാട്ടുള്ള റേഷൻ കടയിൽ ചെന്നാൽ മതി. റേഷൻ കട കാരക്കാട്ട് റോഡ് സൈഡിലെ ഒരു പൊക്കത്തുള്ള കടയുണ്ട്, അവിടാണ് ഇവരുടെ വീട്. ആ വീട്ടിലാണ് ഇവൾ പോയത്. അവിടെ ചെന്നിട്ട് ഈ പ്രീതായസ് പണിക്കർ എന്ന് പറഞ്ഞ് അവൾ നമുക്ക് ആൾമാറാട്ടം നടത്തി. അവൾ ഇവിടുന്ന് വരുന്ന അനാഥാലയത്തിൽ നിന്ന് കൊണ്ടുവിടുക എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ കയറി. എന്നിട്ട് അവരെ ഭരിക്കാനൊക്കെ ചെന്ന് നിങ്ങളെല്ലാം എടുത്തെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഭരണമൊക്കെ നടത്തി. അങ്ങനെ അവിടെ നിർത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഡ്രാമയാണ്. അവൾ ഇറക്കി വിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ മരുമോൾ പറഞ്ഞുകൊണ്ടുള്ള ഡ്രാമയാണ്. എന്നിട്ട് മരുമോൾ ഇറക്കി വിട്ടു. എന്നിട്ട് കന്യകയെ വന്നിരുന്നു. കന്യകക്കാരെ അപ്പം പ്രീതായസ് പണിക്കറിനെ വിളിച്ച് പറഞ്ഞു. പ്രീതായസ് പണിക്കരോടനെ ഇങ്ങോട്ട് വിളിച്ചു. എൻ്റെ അമ്മയെ ഇങ്ങോട്ട് വിളിച്ചപ്പോഴത്തേനും എൻ്റെ അമ്മയ്ക്ക് അങ്ങ് ഇളകി. അമ്മയോ എൻ്റെ അനിയത്തി അങ്ങനെ ഇങ്ങനെ ഇപ്പം ഞാൻ വരാം ഇപ്പം എങ്ങനെ വരാനാ? അങ്ങനെ ഞാൻ നാളെ വരാം എന്നെല്ലാം പറഞ്ഞ് ഇവിടെ ഭയങ്കര ഡ്രാമയൊക്കെ നടത്തി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ കയറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ നാളെ തന്നെ ഞാൻ വന്ന് ഏതോ അനാഥാലയത്തിലോട്ട് കൊണ്ടുവിടാമെന്ന് കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പം പിന്നെ ഇതൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ അമ്മ അവരെ കന്യക കടക്കാരുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ അവർക്ക് അങ്ങനെ അങ്ങ് കൊണ്ടുപോകാൻ പറ്റുമോ? അന്നേരം അവരെന്തായാലും പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോലീസിനല്ല പട്ടാളമല്ല ശരി, ഇത് എൻ്റെ അച്ഛൻ്റെ വീടാണ്. അവരുടെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. അവരെ ഇവിടുന്ന് ഇറക്കി വിട്ടാണ്. എന്ത് പറഞ്ഞാലും ശരി ഇവിടെ കയറ്റത്തില്ലെന്ന് പറഞ്ഞു. അവരെ കയറ്റാൻ ഒരു പോലീസും പറയത്തില്ല. ഇവരാരാ നമ്മുടെ? ഞാൻ ഇവരുടെ കാശൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇവരുടെ 10 ലക്ഷമൊക്കെ വാങ്ങിച്ചവർ അവർ കൊണ്ടുപോട്ടെ. അങ്ങനെ അവസാനം
പ്രീതായസ് പണിക്കർ തന്നെ അങ്ങ് പറഞ്ഞ് ഞാൻ അങ്ങോട്ടങ്ങ് പോന്നോളാണെന്ന്. അങ്ങനെ കാറൊക്കെ പിടിച്ച് അങ്ങോട്ട് വീണ്ടും തൃശ്ശൂരോട്ടങ്ങ് പോയിരിക്കുകയാണ് ഈ മഹതി. ദൈവത്തിനറിയാം ഇവള് തൃശ്ശൂർ തന്നെ ഉണ്ടോ എന്നുള്ളത്. മഹാകള്ളിയാ ഇവള് എവിടൊക്കെയാണ് കിടന്ന് കറങ്ങുന്നതെന്ന് ഈശ്വരനെ അറിയത്തുള്ളൂ. അത്ര നമ്പർ 1 കള്ളിയാ ഇവള്, നമ്പർ 1 കള്ളി. ഇതാണ് സത്യസന്ധമായ കാര്യം. നിങ്ങൾ ഇന്ന് സിന്ധു എന്ന് പറയുന്ന ആ ചേച്ചി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് ഇവളുടെ ചാക്കുകെട്ടും എല്ലാം ഇരിക്കുന്ന പല പല ആ മുറിയിലെ കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവളുടെ ചാക്കുകെട്ട്, ഒരു ബക്കറ്റും കൊണ്ടാണ് നടക്കുന്നത്, ഒരു നീല ബക്കറ്റ്. ഈ ബക്കറ്റ് ഇവൾ ഇവിടോട്ട് കൊണ്ടുവരുമ്പോൾ ഈ നീല ബക്കറ്റിൻ്റെ അടിയിലെല്ലാം ഏതാണ്ടാണ്, എന്നിട്ട് പുറത്തെല്ലാം കുറച്ച് പേപ്പറൊക്കെ വെച്ചിട്ട് ഏതാണ്ടെല്ലാം വെച്ച് മറച്ച് വെച്ചിരിക്കുക. എന്തൊക്കെയോ കൊണ്ടാണ് അങ്ങോട്ട് പോകുമ്പോഴും ഈ ബക്കറ്റ്, ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോഴും ഈ ബക്കറ്റും കൊണ്ടായിരിക്കുന്നത്. അകത്ത് പോകുമ്പോഴും ഈ ബക്കറ്റും പൊക്കി അങ്ങോട്ട് പോകും. ഇതിനകത്ത് എന്തോ അറിയത്തില്ല, കുളിമുറി പോയാലും ഈ ബക്കറ്റും കൊണ്ട് പോകും. എന്തൊക്കെയോ വെച്ചിങ്ങനെ കൊണ്ടുപോവുക. പിന്നെ ഇവൾക്ക് വലിയ മരുന്നൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവൾ ആദ്യം ഒന്ന് പോയിച്ച് വന്നപ്പോൾ ഇവള് ഒരു ബാഗ് മരുന്നുമായിട്ടാണ് ഇവൾ വന്നത്. ഒരു സഞ്ചി നിറച്ച് മരുന്നുമായിട്ട്. ഇവൾക്ക് തലച്ചോറിന് കുഴപ്പം, ഇവൾക്ക് പിന്നെന്താണ് പിന്നെ സ്പൈനൽ കോഡിന് കുഴപ്പം, കാമവാദം, ഇവൾക്ക് ഹെർണിയ, അങ്ങനെ പല 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 കുഴപ്പങ്ങളാണ് ഇവൾക്ക്. ഇതെല്ലാം കൊണ്ട് ഇവളുടെ നടപ്പാ ജോലി ഇങ്ങനെ എന്നാ പറയുന്നത്. ഇവൾക്ക് ഇതിങ്ങനെയൊക്കെ കുഴപ്പം. ഇവൾക്ക് പക്ഷേ ഒരു മരുന്നും ഇല്ല. ഇവൾക്ക് കണ്ണിന് കുഴപ്പം, ഇവൾക്ക് അങ്ങനെ സകല കുഴപ്പമോ ഇവൾക്കെന്നാ പറയുന്നത്. ഇങ്ങനെ അങ്ങ് നടക്കുക. എന്നിട്ട് ഇതെല്ലാം ഇവൾ നമ്പർ 1 ഫ്രോഡായി. നമ്പർ 1 ഫ്രോഡും ക്രിമിനലുമാണ്. ഫ്രോഡ് മാത്രമല്ല, പക്ക ക്രിമിനലായി രാജമ്മയും പ്രീതായസ് പണിക്കറും. ആൾമാറാട്ടം നടത്തി ഇങ്ങനെ അങ്ങ് നടക്കുക ഇവളുമായിട്ട് രണ്ടും കൂടെ. നാടായ നാടല്ല.